Ready? Start. Action. No cut. കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത എല്ലാ കത്രികകളും ചെന്നെത്താൻ പോകുന്ന സ്ഥലം കുപ്പത്തൊട്ടിയാണ് എന്ന് ഞാൻ സംരക്ഷിക്കാൻ പോരാട്ടം പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തർക്ക് പേരിടുന്നതും ഒക്കെ ഇപ്പൊ എനിക്ക് ജയൻ വിട്ടത് എന്റെ അച്ഛനമ്മമാർക്ക് നേരിട്ട് എന്തെങ്കിലും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതില്ലല്ലോ. അതുകൊണ്ടല്ലേ സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് വരെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ കഥാപാത്രത്തിലോ സിനിമക്കോ പേര് മാറ്റണം എന്ന് പറയുന്നത് അപക്വമായ തീരുമാനം. അതിന്റെ പിന്നിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിനിമ ഫ്രട്ടേണിറ്റിയുടെ മുഴുവൻ ആൾക്കാർ ഒരുമിച്ച് എന്നൊരു പേര് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ മതമായി വിശ്വസിക്കുന്ന സിനിമ എന്ന കലാരൂപം പ്രതിസന്ധിയിലാകുമ്പോൾ മുദ്രാവാക്യം വിളിക്കാനും തെരുവിലേക്ക് ഇറങ്ങാനും മാർച്ച് നടത്താനും കലാകാരൻ മടിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ്. Ready? Start. Action. No cut. കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത എല്ലാ കത്രികകളും ചെന്നെത്താൻ പോകുന്ന സ്ഥലം കുപ്പത്തൊട്ടിയാണ് എന്ന് ഞാൻ വർഷങ്ങളായിട്ട് ഇതല്ലാതെ മറ്റു സിനിമകളിലും മറ്റ് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ കേന്ദ്രമന്ത്രി ഒരു ഭാഗമായിട്ടില്ല. അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റും. അദ്ദേഹം അഭിനയിച്ചു, അദ്ദേഹം ഡബ് ചെയ്തു, അദ്ദേഹം പൈസ വാങ്ങിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ഫ്രീ ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ജോലി കൊടുത്ത് അദ്ദേഹം പോയി. പക്ഷെ ഇങ്ങനൊരു ഇഷ്യൂ സെൻസർ ബോർഡിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഇടപെടുത്തുന്നത് മര്യാദയല്ല. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ജോലിയുമായിട്ട് പോട്ടെ. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ സിനിമ, സാംസ്കാരിക വിഭാഗത്തിന്റെ മന്ത്രി അല്ലല്ലോ. അതായിരുന്നെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷെ അത് അദ്ദേഹത്തിന്റെ വകുപ്പല്ല. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നത് തെറ്റാണ്. ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഞാൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ആര് ഭരിച്ചാലും ആ ഗവൺമെന്റാണ് നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ സെൻസർ ബോർഡിനെതിരെ അല്ല നമ്മുടെ സമരം. കേരളത്തിലെ സെൻസർ ബോർഡിനെതിരെയാണ് സമരമെങ്കിൽ ആദ്യമേ ട്രെയിലർ ഒരു കാരണവശാലും സെൻസർ ചെയ്യില്ല. പിന്നെ ജാനകി എന്ന പേരോടുകൂടി ഈ സിനിമയിൽ അഭിനയിച്ചത് ഇന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ സുരേഷ് ഏട്ടനാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ നിയമം. അപ്പൊ ഈ നിയമങ്ങളിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ടാവുമ്പോൾ അതിനെതിരെ സിനിമയിലെ കൂട്ടായ്മ, സിനിമാ സംഘടനകൾ ഒന്നായി ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു സൂചന പോലും നൽകിയ ഈ ശക്തമായ സമരം ഇനിയും വളരെ ശക്തി പ്രാപിച്ച് ഇത് എന്ന് വരെ ഈ ജാനകി എന്ന് പറയുന്ന പേര് കട്ട് ചെയ്ത് മാറ്റില്ല എന്ന് പറയുന്നത് വരെ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അഭ്യർത്ഥിക്കാവുന്നത്.